ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യമുള്ള പാഠം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ള പാഠമാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് മെയിൻ ടോപ്പിക് തന്നെയാണ്, എന്താണ് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് തന്നെയാണ് വൈ ഡു വി നീഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പാഠത്തിൽ. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ തന്നെ പഠിക്കാം. വാട്ട് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ്. അപ്പോൾ വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചാണ് തുടങ്ങുന്നത്. അതിൽ തന്നെ സബായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ തന്നെയുണ്ട്. എങ്ങനെയാണ്? വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻസ്. ഇതാണ് വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആദ്യം നമ്മളൊരു ഡെഫിനിഷനാണ് അവിടെ എഴുതേണ്ടത്. എന്താ അപ്പം ആദ്യം കൊടുക്കുക? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി കൺട്രി. ഇറ്റ് ഈസ് ദി ബേസിക് ലോ ഓഫ് കൺട്രി. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ എന്ത് എഴുതും? The Constitution contains a set of rules and regulations of the country. It is the basic law of the country എന്ന് എഴുതാം. വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം റെഗുലേറ്റ് എന്നാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ വൈ ഡു വി നീഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിലേക്ക് പോകുന്നത്. അപ്പം അതിന് മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം. ഇതിനു മുമ്പ് ഈ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആദ്യം അനലൈസ് ചെയ്യാം, വായിക്കാം, എന്നിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി ടു ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഏതെങ്കിലും രണ്ട് ഫങ്ഷൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എഴുതുക. ഇല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മെയിൻലി പെർഫോം 5 ഫങ്ഷൻസ്, പോയിന്റ് ഔട്ട് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദം. എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് 5 പ്രധാന ഫങ്ഷൻസ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചുരുക്കി വിശദീകരിക്കുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം നമ്മൾ അതിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മെയിൻ ആയിട്ടുള്ള 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എന്താണ് ഫസ്റ്റ് വൺ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ എഴുതും. ഏതാണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. അപ്പൊ ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ഡെഫിനേഷൻ കൊടുത്തു അല്ലെ. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് എഴുതി. എന്താ എഴുതുക അതില്? അപ്പോൾ ഈ ഹെഡിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ടായിട്ട് പഠിക്കുക. കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ് ഫസ്റ്റ് പോയിന്റ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പല മതവിഭാഗത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും അല്ലെ. പരസ്പരം ഒരു ആക്സെപ്റ്റ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ ഹൈ ക്ലാസ് ഉണ്ട്, ലോ ക്ലാസ് ഉണ്ട് അല്ലെ, മിഡിൽ ക്ലാസ് ഉണ്ട്. ഇങ്ങനെ വളരെ ദരിദ്രരും അതുപോലെ തന്നെ നല്ല പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നിർത്തണം. അപ്പൊ അതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ജനങ്ങളെല്ലാരെയും ഒന്നിച്ചു നിൽക്കാനായിട്ട് എന്താണ് ഉറപ്പ് തരുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അഷ്വറൻസ്, കോർഡിനേഷൻ നമ്മൾക്കിടയിൽ ഉണ്ടാക്കുന്നു അല്ലേ. നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നിയമം വിട്ട് ആരും പ്രവർത്തിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇതാണ് ഈ പോയിന്റിൽ നമ്മൾ എഴുതേണ്ടത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ് എന്ന് എഴുതിയിട്ട് അവർ കൺട്രി ഈസ് എ മൾട്ടി റിലീജിയസ് കൺട്രി ആൻഡ് ഓൾസോ വി ഹാവ് ലോട്ട് ഓഫ് ക്ലാസസ് അല്ലേ. എന്താണ്? ലൈഫ് ക്ലാസസ് ഇൻക്ലൂഡിങ് upper class, lower class, so that we need a strict rules to follow അല്ലെ, to follow by everyone. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് എന്നുള്ളത്. they should be known to everyone, they should be enforceable. അപ്പോൾ ഇതാണ് അതിൽ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനും ഒക്കെ എന്താണ് ശിക്ഷ കിട്ടും. അതാണ് ഈ അഷ്വറൻസും കോർഡിനേഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് രണ്ടാമത്തെ പോയിന്റ് അതാണ്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റിൽ ചുരുക്കി പഠിക്കാന്നാണ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം
അല്ലെ? നമ്മളെല്ലാവരും തുല്യരാണെന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഒരു രാജഭരണമുള്ള നാട്ടിലാണെങ്കിൽ ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുക? രാജാവാണ്. രാജാവിന്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഭരിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ജനങ്ങൾക്ക് എതിരെ നടപടി എടുക്കാൻ പറ്റില്ല. അപ്പൊ ആരാണ് നമുക്ക് നിയമം ഉണ്ടാക്കി തരേണ്ടത്? അതിനാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത്, അല്ലെ? നമുക്ക് പോലീസ് ഉണ്ട്, കോടതിയുണ്ട്, അതുപോലെ തന്നെ എന്താണ് നിയമനിർമ്മാണ സഭകളുണ്ട്. ഏതൊക്കെയാണ്? അപ്പർ ഹൗസ്, ലോവർ ഹൗസ് ആയിട്ടുള്ള ലോക്സഭയും രാജ്യസഭയൊക്കെ ഉണ്ട്. അപ്പൊ ഇതുവഴിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആര് നിയമങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ്. സോ ദ സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ is to specify which institution has the power to frame laws and take decisions. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയും ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ശിക്ഷ നടപ്പിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു കാര്യമാണ് ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്. എല്ലാവരുടെ ഇടയിലും ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുകയും അവർക്ക് എല്ലാ നിയമം വഴി കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുകയും ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തതിൽ നമ്മൾ പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ആണ്. എന്ത് ഡിസിഷൻസ് ആരെടുക്കണം, അല്ലെ? ഇപ്പൊ നമ്മള് പോലീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിയമം എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്. ലിമിറ്റേഷൻസ് ഓൺ ദി പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആണ് ഭരിക്കുന്നുള്ളത്. പക്ഷെ എല്ലാ സമയത്തും ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് എഴുതുകയൊന്നും ചെയ്യരുത് എക്സാമിന്. അതായത് നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ടല്ലേ. ഒരു സമയത്ത് വാക്സിനേഷൻ ഫ്രീ ആയിരുന്നില്ല. എല്ലാവർക്കും എന്താണ്, ഇപ്പൊ പണമുള്ളവർക്ക് പണം അടച്ച് വാക്സിനേഷൻ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അത് ഗവൺമെന്റ് ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കോടതി ഇടപെട്ട് എല്ലാവർക്കും ഫ്രീ വാക്സിനേഷൻ എന്നുള്ള കാര്യം പറഞ്ഞു, അല്ലേ? അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും വാക്സിനേഷൻ ഫ്രീ ആണ്, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഗവൺമെന്റ് എടുക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ തെറ്റിപ്പോവാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു വിഭാഗം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ പവറിനെ നിയന്ത്രിക്കുന്നു. ഓക്കെ, ഇപ്പൊ ജനങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർ സെലക്ട് ചെയ്തെങ്കിലും ആ ഭൂരിപക്ഷം അല്ലാത്ത ആൾക്കാരും ആ രാജ്യത്തുണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. സോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ നീതിപരമല്ലാത്ത തീരുമാനങ്ങളിലൊക്കെ, അത്തരത്തിലുള്ള പവേഴ്സിലൊക്കെ ഒരു കൺട്രോൾ വരുത്താൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു വോട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ശിക്ഷകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഗവൺമെന്റിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് സാധിക്കും. ഇതാണ് തേർഡ് ഫംഗ്ഷൻ. തേർഡ് ഫംഗ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ആദ്യത്തത് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ്, രണ്ടാമത്തത് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, മൂന്നാമത്തത് ലിമിറ്റിംഗ് ദി പവർ. ഇനി നാലാമത്തെ പോയിന്റ് എന്താ നോക്കാം. ഫോർത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി എന്നുള്ളതാണ്. ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ രാജ്യം എങ്ങനെയുള്ളതാണ്? ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഉള്ള, ഡിഫറെന്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ തന്നെ ഓരോ സൊസൈറ്റിയും ഡിഫറെന്റ് ആണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെയോ എൻ്റെ സമൂഹം ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സമൂഹം ചിന്തിക്കുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തെറ്റായിട്ട് ഇതുവഴി നടക്കാം. അതുപോലെ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ പലതും ഉണ്ടാവാം, അതൊക്കെ അംഗീകരിക്കണം എന്നില്ല. അപ്പൊ ഈ ഫോർത്ത് ഫംഗ്ഷൻ വഴി ഇറ്റ് എനേബിൾസ് ഗവൺമെന്റ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻ ഓഫ് ദി സൊസൈറ്റി. ഗവൺമെന്റിനെ ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതുവഴി സൊസൈറ്റിക്ക്, ഓരോ സമൂഹത്തിനും അതിൻ്റെതായ അവരുടേതായ ഒരു രീതി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി എന്നുള്ളത് നാലാമത്തെ ഫംഗ്ഷൻ ആണ്. ഇതുവഴി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഗവൺമെന്റിന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അഞ്ചാമത്തേന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദി പീപ്പിൾ ആണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ ഏത് എഴുതിയില്ലെങ്കിൽ ഇത് എന്തായാലും എഴുതാ. ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദി പീപ്പിൾ, അഞ്ചാമത്തെ പോയിന്റ്.
the constitution is to give a fundamental identity to the people. അതെന്താന്ന് നമുക്ക് പറയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പലതരത്തിലുള്ള മതവിഭാഗത്തിലുള്ള, പല ഗോത്രങ്ങളിലുള്ള, പല ജാതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്താണോ അതായിട്ടിരിക്കുക, അതാണ് ഈ ഫണ്ടമെന്റൽ ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ മറ്റൊരു വ്യക്തി ഇസ്ലാമോ ക്രിസ്ത്യനോ ആണെങ്കിൽ അവർക്കും അവരുടെ വിശ്വാസങ്ങൾ വിശ്വസിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇതുവഴി സാധിക്കും. അപ്പോൾ റിലീജിയൻ ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ ഏതിലാണോ വിശ്വസിക്കുന്നത്, എന്ത് എത്തിനിസിറ്റി ആണോ നമുക്കുള്ളത്, അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് പറ്റും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഇന്ത്യക്കാരനായിരിക്കുക, അതാണ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി. ഓക്കെ, ഇതാണ് 5 പോയിന്റ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, ഈ 5 പിന്നെ ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ബൊറോഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഐഡിയാസ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും കോപ്പി അടിച്ചതെന്നാണ്, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇംഗ്ലണ്ടിന്റെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ കാര്യങ്ങളാണ്. അതുപോലെ സൗത്ത് ആഫ്രിക്ക, ഐറിഷ്, ഫ്രഞ്ച്, അയർലൻഡ്, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മൻ, ഇത്രയും, ജർമ്മനി, എത്രയാണ് 8ഓളം വരുന്ന രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ബ്രിട്ടീഷ് എന്തായാലും പഠിച്ചിരിക്കുക, കാരണം അതിൽ 5 പോയിന്റ് ഉണ്ട്, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് അങ്ങനെ തന്നെ പഠിക്കുക, ടെക്സ്റ്റിലുള്ളത്. നമുക്കിനി ഓരോന്നായിട്ട് അതെന്തെങ്കിലും കോഡ് ലാംഗ്വേജോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എന്തെങ്കിലും കോഡുകൾ യൂസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഭാഗത്തുനിന്ന് ഒരു മാച്ച് ദ ഫോളോയിങ്ങോ ഇല്ലെങ്കിൽ 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഈ ബോക്സിൽ നിന്നും. ഓക്കെ, അപ്പൊ അതിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം, അതായത് ആദ്യം വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആർക്കാണോ അവർ ജയിക്കുക എന്നുള്ള കാര്യം, അതാണല്ലോ FPTP. അപ്പൊ അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബൊറോ ചെയ്തതാണ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, അതായത് ലോക്സഭ, രാജ്യസഭ എന്നുള്ള 2 സഭകളുടെ ഐഡിയ നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്നുമാണ് കിട്ടിയത്, ബ്രിട്ടീഷ് ആണ്. അതുപോലെ ദ ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ, എന്താണ് നിയമം എന്നുള്ളൊരു ഇത് വരുന്നതും ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി സ്പീക്കർ ആൻഡ് ഹിസ് റൂൾ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം നിയമസഭയിലാണെങ്കിലും ലോക്സഭയാണെങ്കിൽ രാജ്യസഭയാണെങ്കിൽ അവിടെ ഒരു സ്പീക്കർ ഉണ്ടാവും അല്ലെ, അവിടെ ഒരു വേറിട്ട് 2 അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഉണ്ടാവും, അതാണ് സ്പീക്കർ. ആ വ്യക്തിയുടെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നതും ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. അതുപോലെ ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമനിർമ്മാണം എന്നുള്ള കാര്യവും ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോ ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും കോഡ് യൂസ് ചെയ്തിട്ടോ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. അതിൽ ആദ്യം പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് +1 പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് 14 to 32 വരെ നമ്മൾ പഠിക്കാനുള്ളതാണ്. അത് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് ഗവൺമെന്റിന്റെ അണ്ടറിലല്ലാണ്ട് സെപ്പറേറ്റ് ആയി തന്നെ നമുക്കൊരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. അതും ആരുടെ ഐഡിയ ആണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഐഡിയ ആണ്. അതുപോലെ തന്നെ പ്രിമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിലായിട്ട് വി ദ അമേരിക്കൻസ് എന്ന് തുടങ്ങുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഒരു ഫസ്റ്റ് ആമുഖം എന്ന് പറയുന്ന കാര്യം. അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ഒരു പ്രിമിയബിൾ ആമുഖം. അതും ഏതിൽ നിന്ന് എടുത്തതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്ന് എടുത്താണ്. അതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ നോക്കുകയാണെങ്കിൽ ദ പ്രൊസീജിയർ ഓഫ് അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നിങ്ങൾ പഠിക്കുന്ന വഴി നമ്മൾ ഇനിയുള്ള സബ്ജക്റ്റ്, ഇനിയുള്ള ടോപ്പിക്സ് എടുക്കുമ്പോൾ അതിൻ്റെയും ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എഴുതാം. എന്താണ് ഇപ്പൊ അമെൻമെന്റ്, എങ്ങനെയൊക്കെയാണ് അമെൻമെന്റ് ചെയ്യുന്നതെന്നുള്ള ഭാഗം നമ്മൾ എടുക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഐഡിയ ബോറോ ചെയ്തതെന്ന് വെച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എസ്സേ എഴുതുമ്പോഴും ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കോപ്പി ചെയ്തതാണെന്ന് നമുക്ക് പറയാം, ബോറോ ചെയ്തതാണെന്ന് എഴുതാം ഇൻട്രൊഡക്ഷനിൽ. ഓക്കെ,
അപ്പോൾ പ്രൊസീജിയർ ഓഫ് അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി വരുത്തുന്നതിനെ കുറിച്ചുള്ള ആ ഒരു പ്രൊസീജിയറും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നമ്മൾ കോപ്പി ചെയ്തതാണ്. അടുത്തത് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോ ചെയ്തതാണ്. അപ്പൊ ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം ഓർത്തു വെക്കുക, എന്താണ്? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി, സാഹോദര്യം, അതുപോലെ തന്നെ എന്താണ്? സമത്വം, സ്വാതന്ത്ര്യം എന്നുള്ള ഐഡിയ, അതും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ കാനഡയിൽ നിന്നുമാണ് ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്. ക്വാസി ഫെഡറൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ചേരുന്നതാണ്. അപ്പൊ ആ ഐഡിയ എവിടെ നിന്നാണ്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഐഡിയ ഓഫ് റെസിജ്വൽ പവേഴ്സ് എന്നുള്ളതും കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കോപ്പി ചെയ്തതാണ്. കോപ്പിയല്ല, ബോറോ എന്ന് തന്നെ എഴുതി വെക്കുക. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എമർജൻസി പ്രൊവിഷൻസ്. ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാം. അപ്പോൾ കോഡ് ഉണ്ടാക്കി തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. ഇതാണ് ഇതിൽ നമുക്ക് 2 ഫോക്കസ് ഏരിയ ടോപ്പിക് ആയിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.